Hello everyone, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? So this video captures glimpses of my last weekend. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് വീക്കെൻഡിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയായി മാറിയോ എന്നെനിക്ക് സംശയമുണ്ട്. മൺഡേ ടു ഫ്രൈഡേ എനിക്ക് മോണോട്ടോണസും അതേസമയം സ്ട്രെസ്ഫുള്ളും ആണ്. വെള്ളിയാഴ്ച വൈകിട്ടായി കഴിയുമ്പോഴേക്കും പിന്നെ വൈബ് മൊത്തത്തിൽ മാറും. ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നെങ്കിൽ സാലറി ഡേ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ എന്താണെങ്കിലും ഔട്ടിങ്ങിന് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാലത്ത് തന്നെ എഴുന്നേറ്റ് ഒരുങ്ങിക്കെട്ടി ഞങ്ങൾ നേരെ പോയത് കൊച്ചിയിലുള്ള നമ്മുടെ സെൻറ്റർ സ്ക്വയർ മോളിലേക്കായിരുന്നു. എൻ്റെ കുട്ടികളുടെ മാത്രം പ്രത്യേകതയാണോ അതോ ഈ ജനറേഷൻ്റെ തന്നെ ഒരു പൊതു സ്വഭാവമാണെന്നറിയില്ല. ഇവർക്ക് ഇതുപോലെയുള്ള മോളുകളും അതിനുള്ളിലുള്ള പ്ലേ സോണും അവിടെയുള്ള ആക്ടിവിറ്റീസും അതിലൊക്കെ കയറി ഇറങ്ങി എൻ്റെ കുറച്ച് കാശ് കളഞ്ഞാലേ ഇവർക്ക് തൃപ്തിയാവുള്ളൂ. പിന്നെ ഈ വീക്കെൻഡ്സിൽ കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്ന സമയം മാക്സിമം അവർക്ക് അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ വീക്ക് ഡേയ്സ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അവരെ ഡിസിപ്ലിൻ ചെയ്യാനും ആ ഡേ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെയൊക്കെ റാപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കാനുമാണ് എൻ്റെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ വീക്കെൻഡ് വരുമ്പോൾ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ലിറ്ററലി ഇൻ എവറി സെൻസ് ദെയർ ഫോർ ദെം. യൂഷ്വലി നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഏതർ എൻ്റെ സിസ്റ്ററോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ കൂടെ ഉണ്ടാവും. ബട്ട് ദിസ് വീക്കെൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് അസ് ആൻഡ് വി ഹാഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ. പിന്നെ ഈ മോളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് എറണാകുളത്തുള്ള ഈ ബ്ലോസം ബുക്ക് ഫെയറിലേക്കാണ്. പലർക്കും അറിയായിരിക്കും, സെക്കൻഡ് ഹാൻഡ് ബുക്സ് കിട്ടുന്ന എറണാകുളത്തെ പ്രസ് ക്ലബ് റോഡിലുള്ള ഒരു ഷോപ്പാണത്. നിങ്ങളൊരു എവേഡ് റീഡർ ആണെന്നുണ്ടെങ്കിൽ കിൻഡിൽ നോക്കിയോ ടാബ് നോക്കിയോ വായിച്ചാൽ നിങ്ങൾക്ക് തൃപ്തി വരില്ല എങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട എറണാകുളത്തെ ഒരു ബുക്ക് ഷോപ്പാണിത്. വളരെ കുറഞ്ഞ വിലയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്സ് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. സെക്കൻഡ് ഹാൻഡ് ബുക്സ് അല്ലെങ്കിൽ പ്രീ ലവ്ഡ് ബുക്സ് എന്ന് വിചാരിച്ചിട്ട് തന്നെ കുറച്ച് കാണുമൊന്നും വേണ്ട കേട്ടോ. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് പീസസ് തന്നെ കിട്ടും. ഞങ്ങൾക്ക് അന്നൊരു ലക്കി ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ അന്വേഷിച്ച് എന്ന ബുക്സ് അവിടെ അന്ന് അവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതും നല്ല ഫ്രഷ് പീസസ്. ഈ കാണുന്ന ബുക്ക് ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് 350 ആണ്. പക്ഷെ നമ്മൾ അത് അവിടെ നിന്ന് മേടിച്ചത് 150 റുപ്പീസിനാണ്. ലാഭമല്ലേ? അന്നത്തെ ദിവസം അപ്പം നമ്മൾ അങ്ങനെ സന്തോഷമായിട്ട് റാപ്പ് ചെയ്തു. ഞായറാഴ്ച രാവിലെ നമുക്ക് ഒരു കരാട്ടയുടെ ഇവൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാലത്തെ പള്ളി പോക്ക് നടന്നില്ല. അത് പിന്നീട് വൈകിട്ടത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. പള്ളി പോയില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ചെറിയ മിസ്സിംഗ് ആണ്. ഒരു വീക്ക് തകർന്നടിയാതെ അങ്ങ് അറ്റം വരെ പോസിറ്റീവായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീക്കെൻഡ് റീസെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വീക്ക് വാസ് ഈവൻ ബെറ്റർ. പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കി ഫ്രണ്ട്സ് വീട്ടിൽ വിസിറ്റ് ചെയ്തു. വി വെൻറ്റ് ടു ദ റൂഫ് ടോപ്പ്, ഹാഡ് സം ബ്യൂട്ടിഫുൾ ലോങ് കോൺവെർസേഷൻസ്, വാച്ച് ദ സൺസെറ്റ് ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് റാപ്പ് ദ വീക്കെൻഡ്. ചില സമയത്ത് എനിക്ക് തോന്നും ഈ വീക്കെൻഡ്സിനൊരു പോസ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ അല്ലേ? ആ ബട്ടൺ പോസ് ചെയ്ത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കാം. സൂപ്പർ ആയിരിക്കും അല്ലേ?